നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. അയർലൻഡിൽ ജൂൺ 1 മുതൽ സ്ത്രീകൾക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി സൗജന്യമാക്കി. ഫാർമസികൾ വഴിയാണ് സ്ത്രീകൾക്ക് സേവനം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. കാർലോ ടൗണിലെ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ വെടിവയ്പ്. സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പെൺകുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വടക്കൻ അയർലൻഡിൽ ആർക്കിയോളജിക്കൽ സൈറ്റുകളും ചരിത്ര സ്മാരകങ്ങളും വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ പ്രത്യേകം സംരക്ഷിച്ചു പോരുന്ന 100ഓളം മേഖലകളും സ്മാരകങ്ങളുമാണ് നശിച്ചത്. ആഗോള റാങ്കിങ്ങിൽ അയർലൻഡ് സർവകലാശാലകളുടെ സ്ഥാനം ഇടിഞ്ഞു. റാങ്കിങ്ങിൽ മുന്നിട്ട് നിന്നിരുന്ന ഡബ്ലിനിലെ ട്രിനിറ്റി കോളേജിന്റെ റാങ്കിങ്ങിൽ ഉൾപ്പെടെയാണ് ഇടിവ് ഉണ്ടായത്. കൊല്ലപ്പെട്ട പോലീസുകാരൻ കെവിൻ ഫ്ലാറ്റ്ലിയെ ഇടിച്ച ഇരുചക്രവാഹന യാത്രികൻ മരിച്ചു. 30കാരനാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ മരിച്ചത്. നോർത്തേൺ അയർലൻഡിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന വാപ്പുകൾക്ക് നിരോധനം നിലവിൽ വന്നു. ഈ സാഹചര്യത്തിൽ വാപ്പുകളുടെ വിൽപ്പനയും ഉപയോഗവും കുറ്റകരമാണ്. ജനമനസ്സിൽ ഒരേപോലെ സ്ഥാനം പിടിച്ച് ഫിയാന ഫെയിൽ പാർട്ടിയും ഫൈൻ ഗെയിൽ പാർട്ടിയും. ജനപ്രീതി സംബന്ധിച്ച് നടത്തിയ ഏറ്റവും പുതിയ സർവേയിൽ ഇരു പാർട്ടികൾക്കും തുല്യ പ്രാധാന്യമാണ് ലഭിച്ചത്. അയർലൻഡിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ 5000 തൊഴിലവസരമൊരുക്കി വെസ്റ്റേൺ ഡെവലപ്മെന്റ് കമ്മീഷൻ. 50 മില്യൺ യൂറോയുടേതാണ് പുതിയ പദ്ധതി. മരണപ്പെട്ട കെറിയയിലെ കർഷകൻ മൈക്കിൾ ഗെയിന്റെ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച കെൻമാരിയിലെ ഫിന്നഗന്റെ ഫ്യൂണറൽ ഹോമിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ബംഗ്ലാദേശിലെ പുതിയ കറൻസി നോട്ടിൽ നിന്നും രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ ചിത്രം ഒഴിവാക്കി. ഇതിനു പകരമായി ഹിന്ദു ബുദ്ധ ക്ഷേത്രങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തി. റാഫേൽ ആക്രമണം നടത്തിയത് ഹമാസ് എന്ന് വ്യക്തമാക്കി ഇസ്രായേൽ. ഇത് സാധൂകരിക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. അറ്റകുറ്റപ്പണികൾക്കായി വിമാനങ്ങൾ തുർക്കിയിലേക്ക് അയക്കേണ്ടതില്ലെന്ന തീരുമാനവുമായി എയർ ഇന്ത്യ. സുരക്ഷാ ആശങ്ക കണക്കിലെടുത്താണ് നടപടി. കനത്ത മഴയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വൻ നാശനഷ്ടം. വിവിധ സംസ്ഥാനങ്ങളിലായി 33 പേർക്ക് ജീവൻ നഷ്ടമായി. കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ വിജിലൻസിന്റെ പരിശോധന. ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തിയത്. പിറവം എം.എൽ.എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിനെ ലക്ഷ്യമിട്ട് സൈബർ തട്ടിപ്പ് സംഘം. വിജിലൻസിൽ നിന്നാണെന്ന പേരിൽ പണം തട്ടാൻ ശ്രമിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി ദക്ഷിണാഫ്രിക്കൻ ബാറ്റർ ഹെൻറിച്ച് ക്ലാൻസർ. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിനും മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്കും കനത്ത പിഴയിട്ട് BCCI. കുറഞ്ഞ ഓവർ റേറ്റിന്റെ പേരിലാണ് നടപടി. അയർലൻഡിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ 3 കൗണ്ടികളിൽ യെല്ലോ വാർണിംഗ്. ഗാൽവേ, മയോ, കെറി എന്നീ കൗണ്ടികളിലാണ് യെല്ലോ വാർണിംഗ്. അറബിക്കടലിൽ കാലവർഷക്കാറ്റ് ദുർബലമായി. അതിനാൽ വരും ദിവസങ്ങളിൽ കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക.